മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവായിരിക്കും. എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണമെന്ന് അറിയത്തില്ല. അതിനിപ്പോൾ ഒരു എളുപ്പ വഴി ട്രംപ് പറയുന്നുണ്ട്. $15 മുടക്കിയാൽ മതി. വെറും $15 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1200 രൂപ അല്ലേ? 1321 രൂപ മുടക്കിയാൽ സ്വർഗത്തിൽ പോകാം. അത് 1321 രൂപ മുടക്കിയാൽ സ്വർഗത്തിൽ പോകാമെന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്താണ് ട്രംപിന്റെ പുതിയ സ്വർഗ യാത്രാ പദ്ധതി? അത് ട്രംപ് ഇപ്പോൾ വൈറ്റ് ഹൗസിൽ പതാക പകുതിയായിട്ട് താഴ്ത്തി. അപ്പൊ അങ്ങനെ ട്രംപ് ചത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയായിരുന്നു. അല്ല, അത് മാത്രമായിരുന്നില്ല. ഒരു മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് 4-5 ദിവസം ട്രംപിനെ കാണാനില്ലായിരുന്നു. കാണാനില്ലാത്ത സമയത്ത് JD വാൻസ് പറഞ്ഞു ഞാൻ പ്രസിഡന്റ് തയ്യാറാണെന്ന് പറഞ്ഞു. മാത്രമല്ല, അസാധാരണമായിട്ട് അവിടെ ഒരു സ്കൂളിൽ രണ്ടുപേരും താഴ്ത്തുന്ന, സാധാരണ അങ്ങനെ ചെയ്യുന്നതല്ല. ട്രംപ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അങ്ങനെ ചെയ്യണമെന്ന് ഉത്തരവ് ഇറക്കി. ഇപ്പോൾ അങ്ങേര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ കൊടുത്തു, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നുണ്ട്. അങ്ങേരുടെ ഈ ഫണ്ട് പിരിവൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന നെവർ സറണ്ടർ ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞ ഈ ഫണ്ട് പിരിവ് സംഘമുണ്ട്. ദാരിദ്ര്യമുള്ളവരിൽ നിന്നൊക്കെ ഫണ്ട് പിരിക്കുന്നവര്, സാധാരണക്കാർ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. ആ നെവർ സറണ്ടർ ഇൻകോർപ്പറേറ്റഡ് ആണ് ഒരു ഇമെയിൽ അയച്ചത് ട്രംപിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും അത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടും 24 മണിക്കൂർ നേരത്തേക്ക് ഒരു ഫണ്ട് പിരിവ്. അതാണ് $15. $15 വെച്ചാൽ അത് സാധാരണക്കാരാണല്ലോ, നിങ്ങൾ സംഭാവന ചെയ്യുക. ധനികരുടെ കയ്യിൽ നിന്ന് വലിയ കോടികൾ മേടിക്കാൻ വേറെ സംവിധാനമുണ്ട്. ഇത് 1321 രൂപ നിങ്ങൾ ട്രംപിന് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് പോകാനാ ട്രംപിന് സ്വർഗത്തിൽ പോകാനാ? ട്രംപിന് സ്വർഗത്തിൽ പോകാൻ, അല്ലാതെ ബാക്കി പൈസ കൊടുക്കുന്നവർക്കെല്ലാം സ്വർഗത്തിൽ പോകാനല്ല. അങ്ങനെയൊന്നും പുള്ളി ചെയ്യില്ലല്ലോ. അപ്പൊ വൈറ്റ് ഹൗസിൽ എന്നിട്ട് ട്രംപ് ഇത് വിശദീകരിച്ചുകൊണ്ട് എഴുതി, എനിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം, അധ്വാനിക്കണം. കഴിഞ്ഞ കൊല്ലം ഞാൻ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഒരു വെടിയുണ്ട് എൻ്റെ തൊലി തുളച്ച് കടന്നുപോയി. വൈറ്റ് ഹൗസിൽ ഞാൻ എത്തിയത് തന്നെ ദൈവകൃപ കൊണ്ടാണ്. ദൈവം അതിന് ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ വൈറ്റ് ഹൗസിൽ എത്തണം എന്നുള്ളത്. അപ്പോൾ ഒരു കാരണം കൊണ്ടായിരിക്കും ദൈവം എന്നെ വൈറ്റ് ഹൗസിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയെ മഹത്തരമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സ്വർഗത്തിൽ പോവുകയും വേണം. അതുകൊണ്ട് $15 നിങ്ങൾ സംഭാവന ചെയ്യുക. അപ്പോൾ സാധാരണക്കാരുടെ കൂറ് ഇയാൾ ചത്തു എന്ന് പ്രചരിപ്പിക്കുന്നവരുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണോ എന്ന് അറിഞ്ഞുകൂടാ. മുമ്പ് ഇംപീച്ച് ചെയ്യാൻ ശ്രമം ഉണ്ടായിരുന്ന കാലത്തും ഇത്തരം പിരിവുകൾ നടന്നിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഈ കേസുകൾ നടന്ന സമയത്തും സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പിരിക്കുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 24 മണിക്കൂർ പിരിവിന് ട്രംപ് ഫണ്ട് റേസിംഗ് ബ്ലിറ്റ്സ് എന്നാണ് ഇവർ പേരിട്ടിരുന്നത്. ഫെഡറൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ചിട്ട് ഈ നെവർ സറണ്ടർ എന്ന് പറഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിൽ പോകാൻ ഈ പിരിവ് നടത്തിയവർ ഈ കൊല്ലം 16 കോടി രൂപ പിരിച്ചിട്ടുണ്ട് ദരിദ്രരായ മനുഷ്യരിൽ നിന്ന്, അവരുടെ കണക്കനുസരിച്ച്. കഴിഞ്ഞ മാസം ഫോക്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഫോക്സ് ന്യൂസിൻ്റെ പരിപാടിയിൽ ഒരു അഭിമുഖം ട്രംപിൻ്റെ, അതിലും ട്രംപിൻ്റെ ആത്മീയ വിദ്യയെപ്പറ്റി സംസാരിച്ചിരുന്നു. എനിക്ക് സ്വർഗത്തിലെത്തണം, അനാരോഗ്യം എനിക്കുണ്ടെന്ന് പലരും പ്രചരിപ്പിക്കുന്നു, ഞാൻ അതുകൊണ്ട് പാതാളത്തിൽ പോകുമെന്നാണ് അവർ കരുതുന്നത്. യുക്രൈൻ റഷ്യ സമാധാനം ഉണ്ടായാൽ തീർച്ചയായും ഞാൻ സ്വർഗത്തിൽ പോകും. 79 വയസ്സായി. വയസ്സാവുമ്പോഴാണല്ലോ സ്വർഗത്തിലും പോണം. വയസ്സാവുമ്പോൾ ഈ മരണത്തോടെ എടുക്കുമ്പോഴാണ് ആളുകൾ പുനർജന്മം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അപ്പോൾ നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ തന്നെ പോകണം, പുനർജന്മം വേണം, അപ്പോഴും ധനികനായിരിക്കണം, ഇങ്ങനെ അഭിജാതമായ ഒരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെ കരുതും.
ട്രംപ് ഇങ്ങനെ ഈ സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, ഈ ബൈബിൾ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. റസ്സൽ മൂർ എന്ന് പറഞ്ഞ വലിയ ക്രിസ്ത്യൻ പണ്ഡിതൻ മാർക്കോസ് സുവിശേഷം 10:25 വചനം ഉദ്ധരിച്ചു. അപ്പോൾ ധനവാന്മാർക്ക് ഒട്ടകം സൂചിക്കുഴ വഴി കടക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും സ്വർഗത്തിലെത്താൻ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തണം എന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കാതിരിക്കണം. ഒരാൾ സ്വർഗത്തിലെത്തണം എന്ന് ദൈവവിധിയാണല്ലോ. ദൈവമാണ് നമ്മളെ സ്വർഗത്തിൽ വിടണം, നരകത്തിൽ വിടണം, അവിടെ പോയി ഫ്രൈ ആക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് ദൈവമാണ്, കർത്താവാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ട്രംപ് തന്നെ ഞാൻ സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞ് പൈസ പിരിച്ചു കഴിഞ്ഞാൽ പൈസ പിരിച്ച് ദൈവത്തിന് കൈക്കൂലി കൊടുക്കാനായിരിക്കും, മെഴുകുതിരി കത്തിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വർഗത്തിലെത്താൻ ആഗ്രഹം വേണ്ടെന്ന് വെക്കണം. ഞാൻ പ്രസിഡന്റാണ്, ശതകോടീശ്വരനാണ് എന്നുള്ള ചിന്തയൊന്നും പാടില്ല. അല്ലാതെ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാത്രമേ സ്വർഗത്തിലെത്താവുന്ന തരം കർമ്മങ്ങളും ചെയ്യണം. അല്ലാതെ ഒരാൾ പണമുണ്ട് എന്ന് പറഞ്ഞാൽ, അതാണ് ഒട്ടകം സൂചിക്കുഴയിൽ നിന്ന് കിടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ അമേരിക്കയിൽ ഈ പെൻറ്റഗൺ പിസ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ മാപ്രകൾ ഈ രാത്രിയൊക്കെ ഉറങ്ങി കിടക്കുകയായിരിക്കുമല്ലോ, പുലർച്ചെ 2 മണിക്കൊക്കെ. അപ്പോൾ പെൻറ്റഗണിൽ നിന്ന് പെൻറ്റഗൺ വളപ്പിൽ പിസയൊന്നും വിൽക്കുന്നില്ലല്ലോ, കിയോസ്കൊന്നുമില്ല. അപ്പോൾ പെൻറ്റഗണിൽ ജോലി ചെയ്യുന്ന ആളുകൾ പിസ ഓർഡർ ചെയ്യും പുറത്ത്. അങ്ങനെ ഈ പുലർച്ചെ സമയത്തൊക്കെ പിസ ഓർഡർ ചെയ്ത് കഴിഞ്ഞ ഒരു 100 പിസയൊക്കെ പെൻറ്റഗണിലേക്ക് പോവുകയാണെങ്കിൽ എന്തോ വലിയ സംഭവം നടക്കാൻ പോവാണ്. ഇറാഖിനെ ആക്രമിക്കാൻ പോകുന്നു, ഇറാനെ ആക്രമിക്കാൻ പോകുന്നു, ബോംബിടാൻ പോകുന്നു എന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ സമയത്ത് ഈ പിസ 49 കേന്ദ്രങ്ങളൊക്കെ വിൽക്കുന്ന ഉടമകളൊക്കെ ഉണ്ട്, ഈ ഫ്രാഞ്ചൈസികൾ. അവരെയൊക്കെ വിളിച്ച് ചോദിക്കും, ഇതെന്താണ് ഇങ്ങനെ ഈ പിസ. അപ്പോൾ ട്രംപ് ചത്തു എന്നുള്ള വാർത്ത വന്നപ്പോൾ പെൻറ്റഗൺ പിസ ഇൻഡെക്സ് 800% കയറിയുന്നു. ഇങ്ങനൊരു അടിയന്തര ഘട്ടം വരുമ്പോൾ ഒരുപാട് പേര് രാത്രിയും ഒക്കെ ഉറക്കമൊഴിഞ്ഞ് ജോലി ചെയ്യണമല്ലോ. അപ്പൊ അവര് പിസ കൂടുതൽ മേടിക്കും. അത് കൂടുതൽ ജോലി ചെയ്യുന്നുള്ളതുകൊണ്ട് ഇൻഡെക്സ് കൂടുതൽ കയറി. ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ ബോംബിട്ടപ്പോഴാണ് ഏറ്റവും ഒടുവിൽ പിസ. അത് പിസ വിൽപ്പനക്കാരാണ് മാപ്രകൾക്ക് മുമ്പേ അവിടെ അറിഞ്ഞത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഷ്യൻ ചാരന്മാരൊക്കെ ഈ ഇൻഡെക്സ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉടമസ്ഥന്മാരെയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനത് കൂടിയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഏതായാലും $15 കൊടുത്ത് സ്വർഗത്തിൽ പോവുക എന്നുള്ള ട്രംപിൻ്റെ പുതിയ ആഗ്രഹം. ട്രംപിന് എന്താണ് ആഗ്രഹങ്ങളില്ലാത്തത്? കാരണം ആഗ്രഹിച്ച് പുള്ളി ഏതാണ്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. അതിലൊരു ആഗ്രഹം ഇപ്പോൾ കുരിശായി വന്നിരിക്കുകയാണ്, ജെഫ്രി എപ്സ്റ്റീൻ്റെ. കാരണം ചെറിയ പെൺകുട്ടികളെ ഉപദ്രവിച്ചു എന്നുള്ള കേസ്. കരീബിയൻ ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന കുറ്റകൃത്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന കേസുണ്ട്. മാത്രമല്ല ജെഫ്രി എപ്സ്റ്റീൻ ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഏതായാലും ഈ സെപ്റ്റംബർ മാസമാണിത്. ഒക്ടോബറിന് മുമ്പ് ആ കേസ് അതിന് നിർണായക ഘട്ടത്തിലേക്ക് മാറുകയാണ്. കോടതിയിൽ ഈ കോൺഗ്രസ് സ്പീക്കർ കഴിഞ്ഞ ദിവസം ഈ അതിജീവിതകളൊക്കെ വിളിച്ച് 4 മണിക്കൂറോളം ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതിജീവികളോടൊക്കെ സംസാരിച്ചു. പ്രോസിക്യൂഷൻ കേസിൽ വിറ്റ്നസിന്റെ പേര് പറയാതെ ഒരു നമ്പർ മാത്രം പറഞ്ഞിരുന്ന ലൂസി എന്ന് പറഞ്ഞ സ്ത്രീ, അവര് ഇന്റർവ്യൂ ചെയ്തിരുന്നു ചാനല്. അവര് 14 വയസ്സുള്ളപ്പോൾ മസാജിന് പോയതാണ് എപ്സ്റ്റീൻ്റെ ന്യൂയോർക്കിലെ ബംഗ്ലാവില്. അപ്പൊ തന്നെ ഇവരെ മിസ്യൂസ് ചെയ്യുകയും ചെയ്തു എപ്സ്റ്റീൻ. അവർക്ക് 17 വയസ്സായപ്പോൾ എപ്സ്റ്റീൻ പറഞ്ഞു, നിങ്ങൾ ജീർണിച്ച് കഴിഞ്ഞു, 3 കൊല്ലമായിട്ട് ഉപയോഗിച്ചതാണല്ലോ. 17 വയസ്സായപ്പോൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവര് പ്രായം കുറഞ്ഞ വേറെ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറി. എന്നിട്ട് അവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് അമേരിക്കൻ ഭരണകൂടം സുതാര്യമായിരിക്കണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. കാരണം ട്രംപ് അതിനകത്ത് പ്രതിയാ. 4-5 അതിജീവിതകൾ വേറെ വന്നിട്ട് പിന്നെ പത്രസമ്മേളനമൊക്കെ നടത്തി, ഇത് സുതാര്യമായിരിക്കണം, ഞങ്ങൾക്ക് നീതി വേണം എന്നീ അതിജീവിതകൾ മുഴുവൻ അവിടെ രംഗത്ത് വന്നിട്ടുണ്ട്.
ട്രംപിനെതിരെ. ഇതുകൂടെ ഓർക്കണം, ട്രംപിൻ്റെ സ്വർഗം വേണം എന്നുള്ള ആഗ്രഹം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതുകൂടെ ഓർമ്മിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.